ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് ഫേമിൽ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിത്ഡ്രോ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സപ്ലയേഴ്സ് നമുക്ക് ചെക്ക് തരുന്നത് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ക്യാഷായിട്ട് മാറും അല്ലേ. അതുപോലെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മൾ ചെക്ക്, നമ്മുടെ സപ്ലയേഴ്സിന് നമ്മൾ ചെക്ക് കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ചെക്ക് തരും അല്ലേ. ഇതെല്ലാം ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻസ് നടക്കുക. അപ്പോൾ നമ്മുടെ ജേണലിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക. അപ്പോൾ അതിന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന്, ബിസിനസ്സിൻ്റെ ക്യാഷ് അക്കൗണ്ടിൽ നിന്നുള്ള കാശാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യും, അതുപോലെ ബാങ്ക് അക്കൗണ്ടിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്? ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. ദെൻ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോകുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ടാണ് വരിക. അടുത്തത് ക്യാഷ് വിത്ഡ്രോവൽ ഫ്രം ബാങ്ക്. നമ്മൾ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് നമ്മൾ ക്യാഷ് വിത്ഡ്രോ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വിത്ഡ്രോ ചെയ്യുമ്പോൾ, ക്യാഷ് വിത്ഡ്രോ ചെയ്യുമ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ് കാശ് എടുക്കുന്നത്. ക്യാഷ് വിത്ഡ്രോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കാശ് വരും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് കുറയും അല്ലേ. അപ്പോൾ ക്യാഷ് വരുന്നത് ക്യാഷ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോവുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഒരു കസ്റ്റമർ നമ്മൾ സെയിൽസ് നടത്തിയതാണ്, ആ കസ്റ്റമർ നമുക്ക് ക്യാഷ് ആയിട്ട് തരുന്നതിന് പകരം ചെക്കാണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കസ്റ്റമറിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യുന്നു, ദെൻ അത് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആ ക്യാഷ് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റും കസ്റ്റമർ അക്കൗണ്ട് ക്രെഡിറ്റുമാണ്. ക്യാഷ് അക്കൗണ്ട് അവിടെ അഫക്റ്റഡ് അല്ല, ക്യാഷ് അക്കൗണ്ടിലേക്ക് കാശ് വന്നിട്ടില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റാണ്, കസ്റ്റമർ അക്കൗണ്ട് ക്രെഡിറ്റാണ്. നമ്മൾ കസ്റ്റമർ അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോയത്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റും കസ്റ്റമർ അക്കൗണ്ട് ക്രെഡിറ്റുമായിട്ടാണ് കണക്കാക്കുക. ഇനി ചെക്ക് ഇഷ്യൂ ടു എ സപ്ലയർ. നമ്മളൊരു സപ്ലയറിന്, നമ്മൾ പർച്ചേസ് ചെയ്ത സപ്ലയറിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് ചെക്കായിട്ടാണ് കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ സപ്ലയർ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് പോകുന്നത് അല്ലേ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോവുക ചെയ്യുന്നത്. അപ്പോൾ സപ്ലയർ അക്കൗണ്ട് ഡെബിറ്റും ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റും ആയിരിക്കും. ഇനി ചില കേസിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് അല്ലേ. അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റാണ്, കാരണം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ക്രെഡിറ്റുമാണ്. അതായത് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, മനസ്സിലായോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് വരുന്നത്. അപ്പോൾ അവിടെ നോമിനൽ അക്കൗണ്ടാണ് വരിക. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇൻകം ആൻഡ് ഗെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകം ആൻഡ് ഗെയിൻ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് അത് ക്രെഡിറ്റ് വരും. ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് അത് ഡെബിറ്റ് ആവും. നെക്സ്റ്റ് ചാർജസ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ ദെയർ സർവീസസ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ട്, അതായത് SMS-നോ അല്ലെങ്കിൽ ATM യൂസിനോ ഒക്കെ ചിലപ്പോൾ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ബാങ്കുകാർ കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ബാങ്ക് ചാർജസ് അക്കൗണ്ടാണ് വരിക. അതായത് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചാർജസ് എല്ലാം നമ്മൾ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിലെ കാശ് ബാങ്ക് എടുക്കുക ചെയ്യുന്നത്, ബാങ്ക് കട്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, നമുക്ക് വന്നത് എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ലോസ് ആണ് വന്നത്. അപ്പോൾ അവിടെ എക്സ്പെൻസസ് ആൻഡ് ലോസ് എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചിരിക്കുന്നത്? നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയത് കൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യും വേണം.
ചെക്ക് ഡ്രോസ് ഫോർ പേഴ്സണൽ പർപ്പസ്. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെക്ക് യൂസ് ചെയ്ത് കാശെടുത്തു അല്ലേ. അതായത് കമ്പനിയുടെ പ്രൊപ്രിയേറ്റർ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അയാൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തു അല്ലേ. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി. അപ്പോൾ അത് ക്രെഡിറ്റ് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, എക്സ്പെൻസസ് ആണ്, അത് ഡെബിറ്റ് ആണ്. അപ്പോൾ ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റും ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റും. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഈ റൂൾസ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നോക്കാം. 2005 ഏപ്രിൽ 1 അരുൺ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് 18,000. ഇത് നമുക്കറിയണ കാര്യമാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അവിടെ വരുന്ന ഒരു അക്കൗണ്ട്. ദെൻ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും അഫക്റ്റഡ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ടാണ് അവിടെ വരിക. 18,000 ആണ് റുപ്പീസ് അല്ലേ. ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് നമുക്ക് അറിയാം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. അതിൽ നിന്നാണ് കാശ് പോയത്. ക്യാഷ് അക്കൗണ്ടിലേക്കാണ് കാശ് വന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയാണ് നമ്മൾ എഴുതുക ജേണൽ എഴുതുമ്പോൾ. അപ്പോൾ അതായത് ഇതിൽ കാണാം നമുക്ക് 2005 ഏപ്രിൽ 1 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബീയിങ് ബിസിനസ് കമൻസ് വിത്ത് ക്യാഷ് 18,000 ആണ് എമൗണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. 2005 ഏപ്രിൽ 2 ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ₹4,000. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. 4,000 റുപ്പീസ് അതിലേക്ക് ഇടുകയും ചെയ്തു അല്ലേ. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ നമ്മൾ 4,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്നല്ലേ എടുക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് ആ കാശ് പോയത്. പക്ഷേ ആ കാശ് എവിടെയുണ്ട്? ബാങ്ക് കിടപ്പുണ്ട് അല്ലേ, ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ഏതാണ് ഡെബിറ്റ്? ബാങ്ക് അക്കൗണ്ടാണ് ഡെബിറ്റ് അല്ലേ. എവിടെ നിന്നാണ് പോയത്? ക്യാഷ് അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ജേണലിൽ എങ്ങനെയാണ് വരിക? 2005 ഏപ്രിൽ 2 ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 4,000 റുപ്പീസ് നമ്മൾ എഴുതി. ഓക്കെ. അടുത്ത എൻട്രി എന്ന് പറയുന്നത് 2005 ഏപ്രിൽ 10 വിഡ്രോൺ ഫ്രം ബാങ്ക് ₹2,300. ബാങ്കിൽ നിന്ന് 2,300 റുപ്പീസ് പേഴ്സണൽ പർപ്പസ് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശെടുത്തു അല്ലേ. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശെടുത്താൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി. നമ്മൾ ആ കാശ് ഏത് അക്കൗണ്ടിലേക്കാണ് ചേർക്കുക? നമ്മൾ വരവ് വയ്ക്കുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ്? അവിടെ വരുന്നത് ക്യാഷ് അക്കൗണ്ടാണ് അല്ലേ. ബിസിനസ്സിൻ്റെ അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്. ആ ക്യാഷ് ഇൻ ഹാൻഡിലേക്കാണ് ഈ 2,300 വരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടാണ് അഫക്റ്റഡ് ആയിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റാണ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ എങ്ങനെ വരും? 2005 ഏപ്രിൽ 10 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 2,300. അത് നമ്മൾ കറക്റ്റായിട്ട് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും കോളത്തിൽ എഴുതി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ₹4,100. ബാങ്കിൽ നമ്മൾ ക്യാഷ് അടച്ചു അല്ലേ. ഒരു 4,100 റുപ്പീസ് നമ്മൾ ബാങ്കിലേക്ക് അടച്ചു. എവിടെ നിന്നാണ് അടയ്ക്കുക? നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് അല്ലേ. അത് എവിടെ ഉണ്ടാവും? ബാങ്ക് അക്കൗണ്ടിലുണ്ടാവും. അപ്പോൾ അവിടെ സംശയമില്ല, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കാശ് വന്നത്, ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോയത്. അപ്പോൾ എങ്ങനെ വരും? ഏപ്രിൽ 11 ട്രാൻസാക്ഷൻ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 4,100. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഏപ്രിൽ 12 റിസീവ്ഡ് എ ചെക്ക് ഫ്രം മനു ₹2,000. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബാങ്കിലിട്ട കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. റിസീവ്ഡ് എ ചെക്ക് ഫ്രം മനു എന്ന് പറയുന്ന കസ്റ്റമർ ആവാം. മനുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ചെക്ക് റിസീവ് ചെയ്തു. അല്ലെങ്കിൽ ആര് വേണമെങ്കിലും ആവാം, നമുക്ക് കമ്മീഷൻ കിട്ടണതോ എന്തോ ആവാം അല്ലേ. അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു ചെക്ക് കിട്ടിയിട്ടുണ്ട്. 2,000 റുപ്പീസിൻ്റെ ചെക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളത് എന്താ ചെയ്യുക? നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. തൊട്ട് അടുത്ത ട്രാൻസാക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് ചെക്ക് ഫ്രം മനു ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹2,000. അപ്പോൾ ചില കേസിൽ നമ്മൾ ഡയറക്റ്റ് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഡെബിറ്റ് ആക്കും.
ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, അതായത് ചെക്ക് ഫ്രം മനു ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 2000 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കത് 2 സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. അതായത് മനുവിൽ നിന്നൊരു ചെക്ക് റിസീവ് ചെയ്തത് നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ വെക്കുകയാണ് അല്ലേ, ബാങ്കിൽ ഇട്ടിട്ടില്ല. അപ്പം നമ്മളത് ക്യാഷ് അക്കൗണ്ടിൽ അത് ചെക്കിൻ്റെ ഫോമിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മളത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? 2005 ഏപ്രിൽ 12 ക്യാഷ് അക്കൗണ്ടിലേക്കാണ് അത് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എവിടെ നിന്നാണ്, ആരാണ് തന്നത്? തന്ന ആൾ മനു അക്കൗണ്ടാണ് അല്ലേ, മനു ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ മനു അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. മനു അക്കൗണ്ടിൽ നിന്ന് ആ ക്യാഷ് പോയി, അല്ലെങ്കിൽ മനു അക്കൗണ്ട് നമുക്ക് കാശ് തന്നു, മനു അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് കാശ് തരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മളത് ചെക്ക് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ക്യാഷ് അക്കൗണ്ടിലായിട്ടാണ് അത് നമ്മൾ കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മനു അക്കൗണ്ട് 2000 rupees. തൊട്ടടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 14 ചെക്ക് ഫ്രം മനു ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇപ്പോഴാണ് അത് എവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ ആ ചെക്ക് കാണിച്ചിരിക്കുന്നത് അല്ലേ, ചെക്ക് റിസീവ്ഡ് കാണിച്ചിരിക്കുന്നത്. ആ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് അത് എവിടേക്കായിട്ട് കാണിക്കും? ബാങ്ക് അക്കൗണ്ടിലേക്കായിട്ട് കാണിക്കും. അപ്പോൾ അവിടെ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരും. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് അത് പോയി ബാങ്ക് അക്കൗണ്ടിൽ വന്നു. ബീയിങ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റായി, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റായി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മനസ്സിലായോ? അപ്പോൾ ചില കേസിൽ നമ്മൾ അങ്ങനെയും ചെയ്യും. നമുക്കൊരു ചെക്ക് റിസീവ് ചെയ്തു, ആ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാഷ് അക്കൗണ്ടിൽ തന്നെ കാണിക്കും. ദെൻ അത് നമ്മൾ എപ്പോഴാണോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോയി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിട്ട് നമ്മൾ എഴുതും. ദെൻ 2005 ഏപ്രിൽ 17 ഇഷ്യൂഡ് എ ചെക്ക് ടു ജെയിംസ് ₹2600. നമ്മൾ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു. മനസ്സിലായോ? ജെയിംസ് എന്ന സപ്ലയർക്കാവാം നമ്മൾ ഇഷ്യൂ ചെയ്തത് 2600. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുക ചെയ്തിരിക്കുന്നത് അല്ലേ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ആ കാശ് പോവുക. ആർക്കാണ് കിട്ടിയത്? അത് ജെയിംസിന് അല്ലേ. അപ്പോൾ ജെയിംസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജെയിംസ് അക്കൗണ്ടിലാണ് കിട്ടിയത് അല്ലേ, ജെയിംസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ ജെയിംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതാണ് ട്രാൻസാക്ഷൻ. ഏപ്രിൽ 17 ജെയിംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ബാങ്ക് ചാർജസ് ഫോർ ദ മന്ത് ₹300. നമുക്ക് നമ്മുടെ ഒരു മന്തിലേക്ക് ബാങ്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ₹300 കട്ട് ചെയ്തു, ബാങ്ക് ചാർജസ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ₹300 പോയി അല്ലേ, അത് ബാങ്ക് ചാർജസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ആണ് എന്തായിട്ട് വരുന്നത്? ഡെബിറ്റ് ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞു നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് ചാർജസ് ഡെബിറ്റ് ആണ്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, അത് ക്രെഡിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഏപ്രിൽ 20 ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ₹300. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഏപ്രിൽ 25 ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ എമൗണ്ട് വിട്ടുപോയതാണ് കേട്ടോ, സോറി. ഇൻട്രസ്റ്റ് 275 rupees ആണ് കേട്ടോ. 275 rupees ആണ് ഇൻട്രസ്റ്റ് കിട്ടിയത്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റിലായിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 275 rupees ആണ് നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക ചെയ്യുന്നത്. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ ആ എമൗണ്ടിന്മേൽ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടി, ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് തന്നു, പലിശ കിട്ടി. ആ പലിശ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കാശ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളവിടെ ഏതൊക്കെ അക്കൗണ്ടുകളാണ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. കാശ് കിട്ടിയത് ആർക്കാണ്? ബാങ്ക് അക്കൗണ്ടിന്. കാശ് പോയത് ആരുടെയാണ്? കാശ് പോവല്ല ചെയ്തത്, അവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഗെയിനാണ് അല്ലേ. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യണം.
ഇൻകം ആൻഡ് ഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞത്, ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും വേണം. അപ്പോൾ April 25 ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടാണ്. അത് 275 റുപ്പീസാണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക് ₹1100. നമ്മൾ റെൻറ്റ് കൊടുത്തു, ചെക്കായിട്ടാണ് കൊടുത്തത് അല്ലേ. 1100 റുപ്പീസിൻ്റെ ചെക്ക് കൊടുത്തു. അപ്പോൾ എവിടെ നിന്നാണ് കാശ് പോവുക? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോവും. ആരുടെ അക്കൗണ്ടിലേക്ക്? എവിടേക്കാണ് കാശ് പോയത്? റെൻ്റ് അക്കൗണ്ടിലേക്ക് അല്ലേ. റെൻറ്റ് കൊടുത്ത വകയിലല്ലേ നമ്മുടെ കാശ് പോയിരിക്കുന്നത്. അപ്പോൾ റെൻ്റ് അക്കൗണ്ടിലേക്കാണ് കാശ് പോയത് അല്ലേ. അപ്പോൾ റെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസസ് ആൻഡ് ലോസ് ആണ്. റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നോമിനൽ അക്കൗണ്ടാണ്, ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ടാണ് ക്രെഡിറ്റ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോയത്. അപ്പോൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ബീയിങ് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ എമൗണ്ട് 1100. മനസ്സിലായോ? ഇതാണ് ഇത്രയും ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ നമുക്കവിടെ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം ക്യാഷ് അക്കൗണ്ട് പോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ കണക്കാക്കുന്നു. അങ്ങനെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇതേ റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഈ എക്സാമ്പിൾ എഴുതി വയ്ക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.